അങ്ങനെ ഗൈസ് ഞാൻ നല്ല തണുപ്പത്ത് കൊയിലാണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ ഗൈസ്, അങ്ങനെ സ്വാഗതം. ഞങ്ങളുടെ കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ട്രെയിനിൽ കയറണമെന്ന്. ഞാൻ ട്രെയിനിൽ കയറിയേ ഇല്ല. അങ്ങനെ ഞാൻ അത് എത്തിയിട്ട് കാണിച്ചു തരാം. ഞങ്ങൾ സ്ഥലം പോവാണ്. ഞാൻ എൻ്റെ ട്രെയിന് വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. കുറേ ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. ഞാൻ ട്രെയിന് അവിടെ നിന്നാണ് എന്നെ കൊണ്ട് അങ്ങോട്ട് എല്ലാവരും എത്തിയാണ്. അങ്ങനെ ഞങ്ങളെ ട്രെയിൻ വരുന്നു. അപ്പോൾ ഞാൻ അച്ഛൻ്റെ അങ്ങോട്ട് നടക്കുകയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ട്രെയിനിൽ കയറുന്നതിനെ കൊണ്ട്. അങ്ങനെ ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ്. കയറിയിട്ട് കാണാം. ട്രെയിനിൽ കയറിയ ഭയങ്കര തിക്കും തിരക്കുമായിരുന്നു. അങ്ങനെ ഞാൻ അങ്ങോട്ട് ട്രെയിൻ ഇറങ്ങിയപ്പോൾ ഞാൻ അമ്മയ്ക്ക് പേടിയായതിനെ കൊണ്ട് ഞാനും അച്ഛനും എസ്കലേറ്ററിൽ കയറി. ഞങ്ങൾ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ അച്ഛനും ഞാനും പൊറാട്ടയായിരുന്നു വാങ്ങിയത്. അമ്മ പൂരിയുമായിരുന്നു വാങ്ങിയത്. ഗ്രീൻ പീസ് കറിയും ബാജിക്കറിയും ആയിരുന്നു ഉള്ളത്. പറശ്ശിനിക്കട വെച്ച് ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ഞാൻ ഉള്ളിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഇവിടേക്കാണ് വന്നത്. ഭയങ്കര തിരക്കുണ്ടായിരുന്നു. ഞങ്ങളതാ അവിടെ ഇരിക്കുകയാണ്. അവിടുത്തെ ചായ കുടിക്കുകയാണ്. മമ്മാറുള്ളത്. അങ്ങനെ ഞാൻ തിന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ പറശ്ശിനി പോയാണ്. അന്നപ്പോൾ ഞാൻ ബോട്ടിൽ കയറാൻ പോവാണ്. ബോട്ടിലെത്തിച്ച് ബാക്കി കഴിച്ചാണ്. ബോട്ടിൽ കയറി നല്ല പാട്ടൊക്കെ. അങ്ങനെ ഫുഡ് കിട്ടി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചോറിന്. അന്നപ്പോൾ ഞാൻ വടിച്ച് കഴിച്ചു. എന്തൊക്കെയാണുള്ളതെന്ന് വെച്ചാൽ മോരും, ജിത്തു മാമന് ഇഷാനും ഉണ്ടായിരുന്നു ഞങ്ങളെ കൂടെ. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരിക്കുകയാണ്. ചോറ് കഴിച്ച് വന്നു. അവിടെ കുറച്ച് ചന്ത ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഞാനിങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. അതൊക്കെ കണ്ടുകൊണ്ട് ഞാൻ ഏറ്റവും എല്ലാം കുറച്ച് സാധനം വാങ്ങിയിട്ടുണ്ടായി. ലാസ്റ്റ് കാണാൻ വീഡിയോയിൽ വാങ്ങിയ സാധനം. ഞങ്ങളിതാ തിരിച്ചു പോവുകയാണ്. കാറിലാണുള്ളത് കേട്ടോ. വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ബാക്കിലേക്ക് തിരിക്കുന്നു. കുടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോവുകയാണ്. ബസ്സിലാണുള്ളത്. അങ്ങനെ ഞങ്ങളുടെ വീട്ടിലേക്ക് ബസ് കയറിയതായിരുന്നു. ഞാൻ മുത്തപ്പൻ കാവിൽ പോയി വന്ന ഇടയ്ക്ക് വാങ്ങി അയച്ചുതരാം. ആദ്യത്തെ ഒരു പോപ്കോൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു. വേറെ എനിക്ക് വേണ്ടി ഒരു ബോൾ വാങ്ങി. വേറെ ഒരു റിബണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വേറെ നമുക്ക് മാല വാങ്ങിച്ചു. വേറെ എനിക്ക് വേണ്ടി ഒരു പെയിന്റിംഗ് ബ്രഷ് കൂടി വാങ്ങിച്ചിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഞങ്ങൾ പോയപ്പോൾ വാങ്ങിയത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.